മലബാർ ഫാഷൻ ലേഡിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തന്മയത്തമാർന്ന അഭിനയ ശൈലി കൊണ്ടും ശാലീനമായ പ്രസന്നത കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ മുൻനിര നായികമാർക്കിടയിൽ സ്ഥാനം പിടിച്ച് ജ്യോതി കൃഷ്ണയുടെ വിശേഷങ്ങൾ ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. ഇപ്പൊ ഓരോ വസ്ത്രങ്ങള് അല്ലെങ്കിൽ ഓരോ ആഭരണങ്ങള് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരാളുടെ അഭിപ്രായം അതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് ജ്യോതി? അതിനെ ആ പ്രിഫറൻസസ് ഒക്കെ ജ്യോതി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുണ്ടോ? ഇന്നത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഡിസൈൻ ഇന്ന ഫാഷനിലുള്ളത് എന്നുള്ളത് അതെങ്ങനെയാണ് ജ്യോതി ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്? ഉണ്ട്. കാരണം എനിക്കങ്ങനെ സ്വന്തമായിട്ട് ഒന്നിലൊരു സ്വന്തമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നില്ല. വീട്ടില് ചോദിക്കും, അമ്മയുടെ അടുത്ത് ചോദിക്കും, അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. പിന്നെ ഇപ്പൊ നമ്മള് അത്ര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ അടുത്തൊക്കെ ചോദിക്കും ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ. അതപ്പം നമ്മള് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്. അപ്പൊ പുറത്ത് ഇപ്പൊ ഒരു ഫംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കസിൻസിലാണെങ്കിൽ നമുക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവര് വന്നിട്ട് പറയും നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എപ്പോഴും അങ്ങനെയുള്ള ഒരു പാറ്റേൺ യൂസ് ചെയ്യാൻ കീപ്പ് ചെയ്യാനായിട്ട് നോക്കും. അതല്ല ചിലര് വന്നിട്ട് അവരെന്നെ വന്നിട്ട് പറയും ഇത് നന്നായില്ല എന്ന് പറയണെങ്കിൽ പിന്നെ അതിനധികം കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാറില്ല. അങ്ങനെയുള്ളത് ഒഴിവാക്കാറാണ് പതിവ്. ഞാനിപ്പം ചിലപ്പം വീട്ടില് ഫാമിലിയില് ഫംഗ്ഷനൊക്കെ പോകുമ്പം ചെറിയ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പേ ചെയ്യില്ല, ഒന്നും ചെയ്യാതെ വെറുതെ ഒരു പൊട്ട് വെച്ചിട്ട് പോകും. അപ്പൊ അവരെല്ലാരും പറയും ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗി, ഇതാണ് നല്ലതെന്ന് പറയും. അപ്പൊ കൂടുതൽ അങ്ങനെ തന്നെ പോവാൻ നോക്കും. പക്ഷെ ഫംഗ്ഷൻസ് വലിയ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ നമുക്ക് അങ്ങനെ പൊട്ട് വെച്ച് പോകാൻ പറ്റില്ല. അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകും. പക്ഷെ എനിക്ക് നല്ല മറ്റുള്ളവർ പറയണതിനാണ് കൂടുതൽ. ഡ്രസ്സിലാണ് ഇപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമ്മളല്ലല്ലോ കാണുന്നത്, മറ്റുള്ളവരാണ് കാണുന്നത്. അപ്പൊ അവര് നമ്മൾ എന്തിനാണ് ഡ്രസ്സ് ഇടുന്നത്? രണ്ട് ഇതുണ്ട്. ഒന്ന് നമ്മളുടെ നാണം മറയ്ക്കാന്ന് പറയും, പിന്നെ ഒന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നമ്മളെ ഒന്ന് ആകർഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അതിന് പുറകിലുണ്ട്. മറ്റുള്ളവർക്കും അവര് പറയണതും ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ജ്യോതിക്ക് ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അത് ഇട്ട് നോക്കഞ്ഞപ്പോ കണ്ണാടിയിൽ നോക്കുമ്പോൾ ജ്യോതിക്ക് തന്നെ തോന്നാ നല്ല ഭംഗിയായിരിക്കുന്നുണ്ട് എന്ന് പറയാണ്. പക്ഷെ വേറൊരാളുടെ അടുത്ത് ഇപ്പൊ അമ്മയുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു അതത്ര പോരാ മോളെ എന്ന് പറയുമ്പോൾ ഏത് അഭിപ്രായത്തിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ല. അങ്ങനെ അമ്മ പറയുന്നത് അമ്മമാരെപ്പോഴും സത്യസന്ധമായ കാര്യങ്ങളായിരിക്കുമല്ലോ പറയാ. അവർക്ക് അവരുടെ മക്കൾ നല്ല രസത്തിൽ പുറത്ത് പോണം എന്നുള്ളതാണ്. അപ്പൊ അമ്മ പോരാ എന്ന് പറയുകയാണെങ്കിൽ അത് പോരാ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനെ മാറ്റാനായിട്ട് ഡ്രസ്സിന്റെ കാര്യത്തിലല്ല, അമ്മ എപ്പോഴും ഈ മേക്കപ്പിന്റെ ഹെയർ സ്റ്റൈലിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പറയാറ്. ഡ്രസ്സ് ഇപ്പം അങ്ങനെ നല്ല അത് തലേദിവസം ചോദിക്കുമല്ലോ എന്താണ് നാളെ ഇടേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇന്ന ഡ്രസ്സ് എന്നുണ്ട്, അത് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും. പിന്നെ മേക്കപ്പിന്റെ കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഡ്രസ്സിന്റെ കാര്യത്തിന് മുമ്പ് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പറയണം അത് പോരാ എന്ന് പറയുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യും. ഇപ്പൊ അമ്മയുടെ സ്ഥാനത്ത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആരെങ്കിലും ആണ് ഈ അഭിപ്രായം പറയുന്നത്, പക്ഷെ അമ്മ പറഞ്ഞു അത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയ്യോ, അങ്ങനെ വരുമ്പോ കൂടുതൽ അഭിപ്രായം ഏതാന്ന് നോക്കും. നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ അന്ന് അതന്നെ ഇട്ടിട്ട് പോകും. പൊട്ടയാണ് എന്ന് പറയുകയാണെങ്കിൽ രക്ഷയില്ല. അവിടെ പിന്നെ ഒരു മത്സരം വേണ്ട. അയ്യോ, അപ്പൊ അങ്ങനെ അപ്പോഴും സ്വന്തമായിട്ട് തോന്നാണ് എനിക്കിതാണ് ഇഷ്ടം. ചില സമയത്ത് നമ്മൾക്ക് തന്നെ ഭയങ്കര ദേഷ്യമൊക്കെ വന്നിരിക്കുന്ന സമയമായിരിക്കും. ചിലപ്പോ ലേറ്റായി പോയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി വന്നതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരാന്നൊക്കെ പറയണേ ആകെ. അപ്പൊ എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കാൻ നിൽക്കില്ല. എന്താ നല്ലതില്ല ചീത്തയില്ല, പൊട്ടയാണ് ആ സാരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അങ്ങനെ 3 തരമുണ്ട് ഇതിന്. പിന്നെ അതേപോലെ പുരുഷന്മാർക്ക് ഒരു അഭിപ്രായം കാണും നമ്മളൊരു ഡ്രസ് ഇട്ട് വരുമ്പോൾ, സ്ത്രീകൾക്ക് ഒരു അഭിപ്രായം കാണും. ഏത് അഭിപ്രായമാണ് കൂടുതൽ ജെനുവിൻ ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്? എപ്പോഴും അല്ല, പലപ്പോഴും പുരുഷന്മാരുടെ അഭിപ്രായമാണ് തോന്നിയിട്ടുള്ളത്. ഈ സ്ത്രീകളെ ഭയങ്കര ജലസ് ഉള്ള ആൾക്കാരാണ്. അവര് ചിലപ്പോ അങ്ങനെ, ഞാൻ എല്ലാവരും അല്ലോട്ടെ പറയണം, എന്നാലും കുറെ പേരുണ്ട്. അപ്പൊ അവര് ചിലപ്പോ നല്ലതൊക്കെ കാണുമ്പോ അവർക്ക് ഇവളെന്നാ വേണ്ട അത് ജ്യോതി പോരാട്ടോ എന്ന് പറഞ്ഞത് സത്യമുള്ള കാര്യത്തിൽ ചിലപ്പോ അവര് മാറ്റി പറയും. പക്ഷെ അങ്ങനെയല്ല, പുരുഷന്മാർ അവര് ജെന്യൂൻ ആയിരിക്കും. അവർ പറയുന്ന കാര്യം ഇതായിരിക്കും. മോശമാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് എന്താന്ന് പറഞ്ഞിട്ട്. നല്ലതാണെങ്കിൽ കൊള്ളല്ലോ. അവരങ്ങനെ തുറന്നു പറയാൻ മടി കാണിക്കില്ല. സ്ത്രീകൾ അങ്ങനെയല്ല. ഞാനടക്കമുള്ള ആൾക്കാർ ഞാനിപ്പോ അധികം നന്നായി വന്നു കഴിഞ്ഞാൽ അവളെ എന്നെക്കാളും നന്നായല്ലോ അങ്ങനെയല്ല വിചാരിക്കുക. അപ്പൊ അതില് പുരുഷന്മാര് പറയണതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി പുരുഷന്മാരാണ് ജെനുവിൻ ആയിട്ട് കമന്റ്സ് പറയാ എന്നുള്ളത്. അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടിയേക്കുന്ന ഡ്രസ് ഏതാണ്? സാരി.
സാരി ഉടുത്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഞാൻ ഈ അടുത്ത് ചെയ്തിരുന്നു. അതിന് വന്ന കമന്റ്സിന് അത്ര എനിക്ക് തോന്നുന്നു വേറെ ഒത്തിരി വന്നിട്ടില്ല. പിന്നെ സാരിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നത്. സാരി, ചുരിദാർ, ഇത് രണ്ടിലും തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഞാൻ ജീൻസ് ഒക്കെ എടുത്തിട്ടൊരു സ്റ്റില്ലൊക്കെ കണ്ടു കഴിഞ്ഞാലൊന്നും ആൾക്കാർ ഒന്നും പറയില്ല, ഓക്കെ നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചുരിദാർ, സാരിയൊക്കെ എടുക്കുമ്പോൾ നല്ല കമന്റ്സ് പറയാറുണ്ട് എല്ലാവരും. പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഒരു ഏരിയ വരുമ്പോൾ എങ്ങനെയാണ്? നമ്മള് സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്റെ അമ്മ ബ്യൂട്ടീഷ്യനാണ്, പക്ഷെ എങ്കിൽ കൂടിയിട്ട് എനിക്ക് ഈ പറഞ്ഞൊരു കാര്യത്തിനോടേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മ എന്റെ അടുത്ത്, എന്റെ മുഖത്തൊക്കെ നിറച്ച് പിമ്പിൾസ് ആയിരുന്നു ആ ഒരു പീരീഡ് ടൈമില്. അപ്പോ എന്താ പറയാ, കുരുക്കൾ വരുമ്പോ അമ്മ പറയും അത് ഇന്നത് ചെയ്യണം. അപ്പൊ ഞാൻ പറയാ വേണ്ട, ഇന്നത് ചെയ്യണം, വേണ്ട, എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല. പക്ഷെ സിനിമയിൽ വന്ന് ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോഴും ശ്രദ്ധയില്ല, സെക്കൻഡ് ഫിലിം ആയപ്പോഴും ശ്രദ്ധയില്ല. പിന്നെയാണ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോ അവരുടെയൊക്കെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, അയ്യോ ഇതെങ്ങനെയാവണേ, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയാലേ ഒരു സിനിമ നടി എന്നുള്ള ലുക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതായിരിക്കുമ്പോ പിന്നെ എന്തായാലും ശ്രദ്ധിക്കണം തോന്നി. എപ്പോഴാണ് അമ്മ പറഞ്ഞതിന്റെ ഒരു വില മനസ്സിലാക്കിയത്? ഇത്തിരി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പം ഇപ്പൊ എന്താ പറയാ, പിമ്പിൾസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് നോക്കാറുണ്ട്. ഓയിലി ഫുഡ് കഴിക്കാതിരിക്കൊന്നുമില്ല, നന്നായി ഓയിലി ഫുഡൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ എന്നാലും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നോക്കും, ശ്രദ്ധ നോക്കും. എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖമൊക്കെ കഴുകും, ഫ്രഷ് ആയിരിക്കും. സ്കിൻ ഒരുപാട് ശ്രദ്ധിക്കാൻ, സ്കിൻ അങ്ങനെ ശ്രദ്ധിക്കും. ചില സമയങ്ങളിലൊക്കെ വൈകാതൊക്കെ ആയി കഴിഞ്ഞ് വന്നാൽ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പൊ അമ്മ അങ്ങനെ വഴക്ക് പറയും, നീ അതൊന്ന് കഴുകിയിട്ട് കിടക്കുവോ അങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷെ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട്, സ്കിന്നിന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, മേക്കപ്പിന്റെ കാര്യത്തിലും എല്ലാം. ഇങ്ങനൊന്നും ആയിരുന്നില്ല. അതാണ് സിനിമയിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്നെ സ്കൂളിൽ കണ്ട ആൾക്കാർക്ക് ഇപ്പം ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പേര് കാണുമ്പോഴാണ് അവർക്ക് ജ്യോതി തന്നെയാണല്ലേ എന്ന് ഓർമ്മിക്കുന്നത്. മാറ്റം വന്നു. പിന്നെ അതേപോലെ ഇപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കാണ് ജ്യോതിയുടെ അടുത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എങ്ങനെ ഫാഷനബിൾ ആവാം, അറ്റ് എ ടൈം ഞാൻ എന്റെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന രീതിക്ക്, അങ്ങനെ ഒരു അഡ്വൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജ്യോതി എന്ത് പറയും? അത് ഓരോരുത്തരുടെ അപ്പിയറൻസിനനുസരിച്ചാണത്. എന്റെ അപ്പിയറൻസിനനുസരിച്ച് ഞാനൊരു എന്താ പറയാ, വളരെ തിൻ സ്ലീവ്ലെസ് ഒരു ഷോർട്ട് സ്കേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും. അത്ര വണ്ണവും ഉണ്ട്. അപ്പൊ അതെന്റെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അത് ഓരോരുത്തർക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ എന്റെ അടുത്ത് വന്നു പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ചുള്ള നോളജ് ഇല്ല. ഞാൻ എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു എന്റെ പേഴ്സണാലിറ്റി വെച്ച് നോക്കണെങ്കിൽ ഞാനൊരു കുർത്ത, ഒരു ലെഗിൻസ് അല്ലെങ്കിൽ ഒരു ജീൻസ്, അതായിരിക്കും ഞാൻ ചൂസ് ചെയ്യാം. അപ്പൊ ബീയിങ് ഫാഷനബിൾ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം അല്ലെങ്കിൽ മേക്കപ്പ്, ആ ഒരു മൊത്തമായിട്ടുള്ള ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മള് തീർച്ചയായും ഫാഷനബിൾ ആവും, നമ്മൾ തന്നെ ആയിരിക്കും. നമ്മുടെ പേഴ്സണാലിറ്റിയും അതിൽ കാണിക്കും. അതിൽ തന്നെ ഒരാൾക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ഒരാൾ അതിൽ നടന്നു പോകുമ്പോൾ അയാളെ നമ്മൾ പരിചയപ്പെട്ടിട്ടാണോ അയാളെ കുറിച്ച് നമ്മൾ വിലയിരുത്താം. അയാളുടെ നടത്തം അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന ആള് അങ്ങനെ എന്നുള്ളൊരു പറയുള്ളൂ. അത് ഡ്രസ്സിങ്ങിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റും തോന്നുന്നു. ഇനി സിനിമയിലോട്ട് തിരിച്ചു വരുമ്പോൾ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ് ചെയ്യുന്നത്? ഞാനിപ്പം ഗോഡ് ഫോർ സെയിൽ കഴിഞ്ഞിട്ട് 2 പ്രൊജക്ട് ചെയ്തു. 2ഉം ഫെസ്റ്റിവൽ മൂവീസ് ആണ്. പക്ഷെ എങ്കിലും ഒന്ന് വളരെയധികം എടുത്തു പറയാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ മലയാളത്തിന്റെ പ്രശസ്ത തിരക്കഥാകൃത്ത് ടി എ റസാഖ്, അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാണ്. അതില് നായികയായിട്ട് ഞാൻ വന്നതിൽ എനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമുക്കറിയാം എത്രമാത്രം, പെരുമഴക്കാലവും രാപ്പകലും എല്ലാം അങ്ങനെയുള്ളൊരു സിനിമകളായിരുന്നു. അതെ, ക്ലാസിക് സിനിമകളാണ്, നല്ല സിനിമകളാണ് അതില്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സിനിമയില് വളരെ ശക്തമായൊരു ക്യാരക്ടറാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര വെല്ലുവിളി തന്നെയായിരുന്നു ആ ക്യാരക്ടർ. അതെങ്ങനെയൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഷെഡ്യൂളും കൂടി ഉണ്ട് അതിന്റെ. പിന്നെ ഒരെണ്ണം ചെയ്തിരിക്കുന്നത് പുതിയൊരു ഡയറക്ടർ ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് ആളുടെ അവിചാരിത എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് 2 പകലും 1 രാത്രിയും നടക്കുന്ന ഒരു ചെറിയ ഒരു വലിയ സംഭവത്തെ വളരെ ചുരുക്കി 1.5 മണിക്കൂർ മറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ട്. ഇത് 2ഉം ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂവീസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, അത് കൺഫേം ആയിട്ടില്ല. അപ്പൊ
അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് അങ്ങനെ 1-2 സിനിമ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നടന്നില്ല. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അത് കൺഫേം ആയതിനു ശേഷം പറയും. ഡാൻസർ ആണ് എന്നുള്ള കാര്യം അറിയാം, പക്ഷെ ഒരു കൊച്ചു പാട്ടുകാരിയും കൂടിയാണ് എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പാട്ട് ഞാനങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പാട്ടുകാരി അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ടൊക്കെ പാട്ട് പാടാറുണ്ട്. ഒരു 2 വരി. ശരി, പാടാം. ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടുമഴകേ, പുതുമലരെ പുന്നാര മലരെ എന്നോമൽ കണിയെ എൻ കുഞ്ഞുമലരെ, ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. നന്നായിരുന്നു. പോയി എവിടേക്കോ പോയി. അത് സാരില്ല, എന്തായാലും പ്രൊഫഷണൽ സിംഗർ കോൾഡ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയണല്ലോ. എനിക്ക് കോൾഡ് ഉണ്ട്, മൂക്കടഞ്ഞിരിക്കുകയാണ്. ഇനി വ്യൂവേഴ്സിനോട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വ്യൂവേഴ്സിനോട് എന്നെ സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും പറയാനുള്ളതാ. എന്നെ ആദ്യമൊക്കെ ഇങ്ങനെ പറയുമ്പോ എല്ലാരും വന്നിട്ട് അവര് സപ്പോർട്ട് ചെയ്യണം, പക്ഷെ ഇപ്പൊ എന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പം ഒരു പേജൊക്കെ തുടങ്ങി. ഞാൻ ഇത്രയും പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്വാർത്ഥതയാണ്, എങ്കിലും പറയാണ്. സിനിമകള് ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെയ്യുന്ന സിനിമകള് നല്ലതാണെങ്കിൽ എന്തായാലും സ്വീകരിക്കണം. കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് വഴി തന്നെ അറിയിക്കണം. പിന്നെ ഈ പ്രോഗ്രാം എല്ലാവരും കാണണം, റെഗുലറായിട്ട് കാണണം. എല്ലാവരും ഈ ചാനൽ ഇതിനെയും സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ പറയാനായിട്ട്. എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ഇവിടെ വന്ന് നമ്മളോടൊപ്പം ഇത്രയും കാര്യങ്ങളും ഇത്രയും സമയവും പങ്കുവച്ചതിന് മലബാർ ഫാഷൻ ലേഡിയുടെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞു.